ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ നമ്മൾ വിപണിയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച കൂടിയാണ് ഈ പറയുന്നത്. കാരണം ഒരു തരത്തിൽ നിഫ്റ്റി ഏപ്രിലിലെ ആ ഒരു ലോയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു. വെള്ളിയാഴ്ചയും ഒരു റാലിയോട് കൂടിയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ 243 പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടി 24,853 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. BSE സെൻസെക്സിൽ 769 പോയിൻ്റെയും നിഫ്റ്റി ബാങ്കിൽ 456 പോയിൻ്റെയും നേട്ടമാണ് ഉണ്ടാക്കിയത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് സൈഡിലാണ്. ഇടയിൽ അവർ ചൊവ്വാഴ്ച ഒരു വലിയ സെല്ലിംഗ് നടത്തിയെങ്കിലും വെള്ളിയാഴ്ച FIIs ക്യാഷ് മാർക്കറ്റിൽ 1794 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 299 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിരിക്കുന്നു. ഓവറോൾ പൊസിഷൻസ് നോക്കുന്ന സമയത്ത് FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവ് പൊസിഷൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കുറച്ചുകൂടി ഒരു അപ്സൈഡിനുള്ള സാധ്യതകളാണ് ഇപ്പോഴും കാണുന്നത് എന്നുള്ളതാണ്. കാരണം നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളായിട്ടുള്ള അതായത് 20 ദിവസത്തെ മൂവിങ് ആവറേജ്, 50 ദിവസത്തെ മൂവിങ് ആവറേജ്, 10 ആഴ്ചത്തെ മൂവിങ് ആവറേജ്, 30 ആഴ്ചത്തെ മൂവിങ് ആവറേജ്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആവറേജുകൾക്കും മുകളിലാണ് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി പോസിറ്റീവ് സൈഡിലേക്ക് നിഫ്റ്റി ഭാഗമാക്കുന്നു എന്ന് പറയേണ്ടി വരും. സ്റ്റോപ്പ് ലോസിൽ ഏകദേശം 24,500 താഴെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത്. അതേസമയം 24,950 25,000 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഈ ആഴ്ച ആക്ട് ചെയ്യാനുള്ളത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസ് അതുപോലെ തന്നെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന എൻ്റെ തന്നെ പേഴ്സണൽ ചാനലായിട്ടുള്ള സ്വിംഗ് ഈസ് കിങ് ഉണ്ട്. അവിടെ കൂടുതലായിട്ടും എൻ്റെ റിസർച്ച് ഐഡിയാസും ഷോർട്ട് ടേം പിക്സും ലോങ് ടേം പിക്സും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ടും ഓപ്ഷനൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡുകളൊക്കെയാണ് താല്പര്യമെങ്കിൽ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാർക്കറ്റ് മാഗ്നറ്റ് ഞങ്ങളുടെ തന്നെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു 10,000-നും 20,000-നും താഴെയൊക്കെ ക്യാപിറ്റൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രേഡ് ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അവരുടെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്വിങ്സും മറ്റുള്ള ലോങ് ടേം റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിസർച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ചാനലിലുമാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം റിസൾട്ട് സീസണൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെയോ ഒരു വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടൊന്നും ആയിരുന്നില്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഞാൻ എല്ലാ കമ്പനികളെക്കുറിച്ചും അല്ല പറയുന്നത്, ചില സെക്ടറുകളിൽ നിന്നുള്ള നല്ല കമ്പനികളൊക്കെ തന്നെ നല്ല റിസൾട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻസിലുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ലോക്കൽ സെൻറ്റിമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിലും ആ ഒരു കംപ്ലീറ്റ് നെഗറ്റിവിറ്റി വിട്ടു മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് ഇപ്പോഴും വിടുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആപ്പിളിനെ വാൺ ചെയ്തിരിക്കുന്നു, US തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. US കൂടുതൽ നിങ്ങൾ ഫോണുകൾ സെല്ല് ചെയ്യുന്നത്. പക്ഷേ US നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സെൻറ്റർ ഇല്ല. US മാനുഫാക്ചർ ചെയ്ത ഐഫോണുകൾ മാത്രമേ വിൽക്കാവൂ, അല്ലാതെ മുകളിൽ ടാക്സ് കൊണ്ടുവരും. യൂറോപ്യൻ യൂണിയനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും വിൽക്കുന്നില്ല എങ്കിൽ അവിടെയും ടാക്സ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഏതൊക്കെ ആയിരിക്കുമെന്നറിയില്ല. അതിന് പുറമെ സോളാർ സെല്ലുകൾക്ക് പൊതുവേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഫോസിൽ ഫ്യൂവൽ, അതായത് പെട്രോളിയം അതുപോലുള്ള ഫോസിൽ ഫ്യൂവലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. ഈ ഗ്രീൻ എനർജിയുമായിട്ട് ട്രംപിന് അത്ര ഒരു രസത്തിലല്ല. അതുകൊണ്ട് തന്നെ ഗ്രീൻ എനർജിയായിട്ട് സോളാർ സെല്ലുകൾക്കൊക്കെ തന്നെ ടാക്സ് കൊടുത്തിരിക്കുന്ന സബ്സിഡിയും കാര്യങ്ങളൊക്കെ തന്നെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ബില്ല് കംപ്ലീറ്റ് ആയിട്ട് പാസ്സായി എന്ന് പറയാൻ പറ്റില്ല. സെനറ്റിലും അതുപോലെ തന്നെ അത് അവസാനം പ്രസിഡൻറ്റും അംഗീകരിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഘട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് നീങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാലും
നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴും നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് ഒരു അൺസർട്ടനിറ്റി ഗ്ലോബലി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഗ്ലോബൽ സിനാരിയോ, ഗ്ലോബൽ സെൻറ്റിമെൻറ്റിൽ നിന്നും എക്സിറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമിയിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് Q4 റിസൾട്ട്, Q4 GDP അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതുപോലെ തന്നെ US നോക്കുകയാണെങ്കിൽ അവരുടെ GDP മാർച്ച് ക്വാർട്ടറിലെ ഫസ്റ്റ് ക്വാർട്ടർ GDP വരുന്നുണ്ട്. അതിനും പുറമെ US ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ അടുത്ത ആഴ്ച പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് പ്രസ്താവനകൾ വരാൻ പോകുന്നത് അറിയില്ല. പ്രത്യേകിച്ചും ഈ ഒരു സിറ്റുവേഷനിൽ മൂഡീസ് അടക്കമുള്ള റേറ്റിംഗ് ഏജൻസീസ് അമേരിക്കയെ ഡൗൺഗ്രേഡ് ചെയ്തു. US എക്കോണമിയുടെ അൺസർട്ടനിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്ത് പ്രമാണിച്ച് എന്തൊക്കെ തരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് അവരുടെ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ FOMC മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഗ്ലോബൽ ഫ്രണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ അടുത്ത ആഴ്ച നടക്കാനുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് LIC, ബജാജ് ഓട്ടോ, അപ്പോളോ ഹോസ്പിറ്റൽ, IRCTC, ബാറ്റ ഇന്ത്യ, അറബിന്ദോ ഫാർമ ഇവരൊക്കെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. 4ഓളം കമ്പനികൾ IPOയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതിൽ ഏജിസ് ബാങ്ക് ടെർമിനൽസ്, അതുപോലെ തന്നെ സ്കോളേഴ്സ് ബാംഗ്ലൂർ, ലീല ഹോട്ടൽസിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ, സ്കോളേഴ്സ് ബാംഗ്ലൂർ, അതുപോലെ തന്നെ പ്രോസ്റ്റം ഇൻഫോ സിസ്റ്റംസ്, സ്കോഡ ട്യൂബ്സ്, അങ്ങനെ 4ഓളം IPOകൾ അടുത്ത ആഴ്ച തുറക്കുന്നുണ്ട്. അതിൽ തിങ്കളാഴ്ച തന്നെ 2ഓളം IPO വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന 2 IPOകളുടെ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അതായത് ബെൽറൈസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ബൊറാണ വീവേഴ്സിൻ്റെയും ലിസ്റ്റിംഗ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. സോ ഓൾ ടുഗെദർ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീക്ക് ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. തിങ്കളാഴ്ചത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെയാണ് അരബിന്ദോ ഫാർമ, അതുപോലെ തന്നെ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ജിലറ്റ് ഇന്ത്യ, സുമിറ്റോമോ കെമിക്കൽസ് പോലുള്ള കമ്പനിയുടെ റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ 2 IPO തുടർന്നു. ഏജിസ് വെബ് ക്യാപ് ടെർമിനൽസും അതുപോലെ തന്നെ ലീല ഹോട്ടൽസിൻ്റെ ഓണറായിട്ടുള്ള സ്കോളേഴ്സ് ബാംഗ്ലൂർസിൻ്റെ IPOയും വരുന്നത് തിങ്കളാഴ്ച തന്നെയാണ്. US ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ പവലിൻ്റെ സ്പീച്ച് പവലിൻ്റെ സ്പീച്ച് ഏകദേശം ഡെലിവർ ആവുന്നത് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. അന്നത്തെ ആ ഒരു കാര്യം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ആ ഒരു സ്പീച്ചിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ടേക്കാണ് പവലിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നുള്ളത്. അതിന് ചൊവ്വാഴ്ചത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ LICയുടെ റിസൾട്ട് വരുന്നു. LIC റിസൾട്ട്സ് ബോഷിൻ്റെത്, മെഡ്പ്ലസ് ഹെൽത്ത് കെയർ ഞങ്ങൾ സ്വിംഗി സ്കിങ്ങിൽ ഞാൻ 2 ആഴ്ച മുമ്പ് കൃത്യമായിട്ട് 790, 800 നിലവാരത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള എൻട്രി പറഞ്ഞതാണ്. സോ വിത്തിൻ 1 വീക്ക് അത് ഏകദേശം 950 മുകളിൽ പോവുകയുണ്ടായി. അതിൻ്റെ ഫണ്ടമെൻറ്റൽസും കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പിക്ക് ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. സോ മെഡ്പ്ലസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് ഈ ആഴ്ച. ചൊവ്വാഴ്ചയാണ് മെഡ്പ്ലസിൻ്റെ റിസൾട്ട് വരുന്നത്. സോ അതുപോലെ തന്നെ ഇൻഫോ എഡ്ജ്, ബോഷ് ഇത്രയും കമ്പനികൾ ചൊവ്വാഴ്ച വരുന്നുണ്ട്. IPO അന്ന് പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റത്തിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട്. IPO ലിസ്റ്റിംഗ് ആണ്. അന്ന് ബൊറാണ വീവേഴ്സിൻ്റെ IPO ലിസ്റ്റിംഗ് വരുന്നുണ്ട് ചൊവ്വാഴ്ച. അതുപോലെ തന്നെ യൂറോ ഏരിയയിലുള്ള എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഏപ്രിൽ മാസത്തെ ഇൻഡിക്കേറ്ററാണ്, അന്ന് പുറത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ബുധനാഴ്ച വരികയാണെങ്കിൽ IRCTCയുടെ റിസൾട്ട്, ബാറ്റ ഇന്ത്യയുടെ റിസൾട്ട്, കമിൻസ് ഇന്ത്യയുടെ റിസൾട്ട്, IFB ഇൻഡസ്ട്രീസ്, നെറ്റ്കോ ഫാർമ, സ്റ്റീൽ അതോറിറ്റി, സെയിലിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ അന്ന് സോഡ ട്യൂബ്സിൻ്റെ ഓപ്പൺ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളായിട്ട് നമുക്ക് IPO ഉണ്ട്. IPO സ്കോഡ ട്യൂബ്സിൻ്റെതാണ്. IPO ലിസ്റ്റിംഗ് അന്ന് ബെൽറൈസ് ഇൻഡസ്ട്രീസിൻ്റെ ലിസ്റ്റിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, അതുപോലെ മാർച്ചിലെ ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തെ റിസൾട്ട് ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട്. US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തേക്ക് വരുന്നു. വ്യാഴാഴ്ച ബജാജ് ഓട്ടോ, അമർരാജ ബാറ്ററി, അതുപോലെ തന്നെ ഗുജറാത്ത് പിപ്പിവാവ്, ഇപ്ക ലബോറട്ടറീസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. അന്ന് സൗത്ത് കൊറിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്നുണ്ട്. US GDP റിസൾട്ട് അന്ന് വരുന്നുണ്ട്. വെള്ളിയാഴ്ച അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ വെഞ്ചേഴ്സ്, SML ഇസൂസു, FSN ഇ-കൊമേഴ്സ് ഇങ്ങനെയുള്ള കമ്പനികൾ. ഇന്ത്യയുടെ GDP വെള്ളിയാഴ്ച ഇന്ത്യയുടെ Q4 GDP ഫിഗർ പുറത്തു വരുന്ന ദിവസമാണ്. അതിന് പുറമെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഡാറ്റ പുറത്തേക്ക് വിടുന്നുണ്ട്. ഏപ്രിൽ മാസത്തെ US കോർ പ്രൈസ് ഇൻഡെക്സ് പുറത്തേക്ക് വരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ഒറ്റ നട്ട്ഷെല്ലിൽ ഒരാഴ്ച ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ കാഴ്ച വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ നോക്കേണ്ടതാണ്. സോ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ അസ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
ഇനി വന്നിരിക്കുന്ന ചില റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് മോശമില്ലാത്ത റിസൾട്ട് വന്ന ക്വാളിറ്റി പാർട്ടിയിൽ എന്ന് പറയുന്ന നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി തന്നെയാണ്. Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ 27 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 65 കോടി രൂപ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ 158% വർധനവ് പ്രോഫിറ്റിൽ കാണിച്ചിരിക്കുന്നു. റവന്യൂ നോക്കിയാലും 37% വർധനവുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 106% വർധനവ് റവന്യൂവിൽ കാണിച്ചിരിക്കുന്നു. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും മെച്ചമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 18 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 106 കോടി രൂപ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 317% വർധനവ് കാണുന്നത്. മാർജിൻ -3.4 നിന്നും ഉയർന്ന് 14.8% വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഏതായാലും ക്വാളിറ്റി പാർട്ടിലിൻ്റെ റിസൾട്ട് വളരെ എക്സലൻ്റ് ആയിട്ടുണ്ട്. റെയിൻബോ ചിൽഡ്രൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ, അതായത് ഈ പീഡിയാട്രിക് ഹോസ്പിറ്റലായിട്ടുള്ള റെയിൻബോ ചിൽഡ്രനും നമ്മൾ ഫണ്ടമെൻ്റലി 600-700 രൂപയ്ക്ക് സിംഗിൽ വളരെയേറെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു. വളരെയേറെ മൾട്ടി ഫോർ റിട്ടേൺ സജസ്റ്റ് ചെയ്തൊരു കൊടുത്തൊരു ഓഹരിയാണ് റെയിൻബോ ചിൽഡ്രൻ. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെ ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള ഒരു കാര്യം കൂടി നമുക്കുണ്ട്. നമ്മുടെ വളരെയേറെ കാലത്തെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആയിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ. ഇപ്പോഴും നമുക്ക് എല്ലാ സമയത്തും സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്നില്ല, പക്ഷേ എല്ലാവരും അത് പലപ്പോഴായിട്ട് അപ്സും ഡൗൺസൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കളിയാക്കിയിരുന്നു. പക്ഷേ ഇന്നും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ എത്രയോ പ്രാവശ്യം ഫണ്ടമെൻ്റൽ റിസർച്ച് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും വി ആർ ഹോൾഡിംഗ് പൊസിഷൻസ് ഇൻ ഹിന്ദുസ്ഥാൻ കോപ്പർ. നമുക്കിപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നു. വെള്ളിയാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്, ഒരു 10 days ബൈ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായി സാധിച്ചു. പക്ഷേ ലോങ് ടേമിൽ ഇപ്പോഴും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ട് തന്നെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. പ്രത്യേകിച്ചും മെറ്റൽ സ്റ്റോക്കുകളിൽ മെറ്റൽ ഇൻഡെക്സിലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. സോ ഹിൻഡാൽക്കോയുടെ റിസൾട്ട് വന്നതും വളരെ പോസിറ്റീവായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ മെറ്റൽ ഇൻഡെക്സിൽ വളരെ പോസിറ്റീവായിട്ടൊരു മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ റെയിൻബോ ചിൽഡ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ 11% വർധനവുണ്ടായിട്ടുണ്ട്. 56.3 കോടി രൂപയാണ് പ്രോഫിറ്റാക്കി ഉണ്ടായിരിക്കുന്നത്. റവന്യൂവിൽ 9% വർധനവ്, ഇബിറ്റയിൽ 9% വർധനവ്, മാർജിൻ 30.9 നിന്ന് ഉയർന്ന് 31% മാറിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് ഹിന്ദുവെയർ ഹോംസ് ആണ്. ഹിന്ദുവെയർ ഹോംസിലെ നെറ്റ് ലോസ് കൂടിയിട്ടാണുള്ളത്. 20 കോടി ഉണ്ടായിരുന്നത് 28 കോടി രൂപ ലോസ് ആയിരിക്കുന്നു. റവന്യൂവിൽ 9% കുറവ്, ഇബിറ്റ 45% കുറഞ്ഞിരിക്കുന്നു. മാർജിൻ 9.7% ഉണ്ടായിരുന്നത് കുറഞ്ഞ് 5.9% മോശമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയാം. ഇൻഡിഗോ പെയിൻ്റ് ആണ്. ഇൻഡിഗോ പെയിൻറ്റിൽ നെറ്റ് പ്രോഫിറ്റിൽ നേരിയ വർധനവ്, 6% വർധനവ്, റവന്യൂവിൽ 1% വർധനവ്, ഇബിറ്റയിൽ 4% വർധനവ്, മാർജിൻ 21.87% ഉണ്ടായിരുന്നത് കൂടി 22.5% കൂടിയിട്ടുണ്ട്. സോ റിസൾട്ടിൽ കുറേ നല്ല റിസൾട്ടുകളുണ്ട്. സാരഥ എനർജിയിൽ നെറ്റ് പ്രോഫിറ്റിൽ 15% വർധനവും, സെയിൽസിൽ 39% വർധനവും, ഇബിറ്റയിൽ 77% വർധനവും, മാർജിൻ 17.2 നിന്നും കൂടി 21.86% കൂടിയിട്ടുണ്ട്. സാരഥ എനർജി നല്ല റിസൾട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ മിർസ ഇൻ്റർനാഷണൽ, NTPC നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് പിക്കായിരുന്നു NTPC. ഇപ്പോഴും നമുക്ക് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് NTPC. NTPCയുടെ പ്രോഫിറ്റിൽ 55.56 ബില്യൺ ഉണ്ടായിരുന്നത് കൂടി 57.78 ആയിരിക്കുന്നു. റവന്യൂ 425.3 ബില്യൺ ഉണ്ടായിരുന്നത് 439 ആയിരിക്കുന്നു. ഇബിറ്റ 113.34 ബില്യണിൽ നിന്ന് ഉയർന്ന് നേരിയ കുറവ് 112.54 ബില്യൺ. ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും 26.65 നിന്നും ചെറിയ നേരിയ കുറവോടുകൂടി 25.53 നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ HBL എഞ്ചിനീയറിങ്ങിലും പ്രോഫിറ്റ് ഡൗൺ ആണ്. എയർഫ്ലോക്സ് എൻറ്റർപ്രൈസസ് പ്രോഫിറ്റിൽ അപ്പാണ്. 86% വർധനവ്. അതുപോലെ തന്നെ റവന്യൂവിൽ 39%, ഇബിറ്റയിൽ 63%, മാർജിനിൽ 17% കൂടിയിരിക്കുന്നു. സോ എയറോഫ്ലക്സ് എൻ്റർടൈൻമെൻറ്റ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ റിസൾട്ടുകളും നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നില്ല. പിന്നീട് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഈ ആഴ്ച വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച റിസൾട്ടുകളിൽ എടുത്തു പറയേണ്ട ഒരു റിസൾട്ട് നമ്മൾ ഇൻഡിഗയുടെ റിസൾട്ടാണ്. ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാർജസ്റ്റ് എയർലൈൻ എന്ന് പറയാവുന്ന ഇൻഡിഗയുടെ റിസൾട്ട് വളരെ എക്സലൻ്റ് ആയിട്ട് തോന്നി. കാരണം ലോകമെമ്പാടും ഒരു കാലത്ത്
ഇന്ത്യ ഏവിയേഷൻ കമ്പനികളുടെ ശവപ്പറമ്പ് 17 എയർലൈൻ കമ്പനികളാണ് ഇന്ത്യയിൽ തകർന്നടിഞ്ഞ് വീണത്. നഷ്ടവും ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം, നിക്ഷേപകർക്ക് നഷ്ടം, എല്ലാവർക്കും കൂടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 3068 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി എവർഗ്രീൻ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ വെറും 1895 കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഇപ്പോൾ 3068 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് 61.9% നേട്ടമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, ഇയർ ഓൺ ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും 7258 കോടി രൂപയുടെ നേട്ടം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വളരെ ട്രമെൻഡസ് ആയിട്ടുള്ളൊരു കോൾ തന്നെയായിരുന്നു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് തോന്നി. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല അപ്ഡേറ്റ്സുകളും അവർ തന്നതാണ് നമുക്ക് വളരെ ഇതായിട്ട് തോന്നിയത്. കാരണം കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ 48,171 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. ഇത് 31 മാർച്ച് 2025 കണക്കാണ്. അതുപോലെ തന്നെ ടോട്ടൽ കമ്പനിയുടെ കടം എന്ന് പറയുന്നത് 66,810 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 51,280 കോടി രൂപ കടമുണ്ടായിരുന്നത് ഇപ്പോൾ 66,810 കോടി രൂപയായി മാറിയിരിക്കുന്നു. 48,171 കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ട് നിൽക്കുന്നു. മാത്രമല്ല 10 രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻ്റായിട്ട് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് കമ്പനി പല അപ്ഡേറ്റുകളും നൽകിയതിൽ ഏകദേശം 490 റൂട്ടുകളാണ് കമ്പനി 2025 കംപ്ലീറ്റ് ആയിട്ട് ഡൊമസ്റ്റിക്കലി ഓപ്പറേറ്റ് ചെയ്തത്. 490 റൂട്ടുകൾ ഡൊമസ്റ്റിക്കലി മാത്രം. അതുപോലെ തന്നെ ഇപ്പോൾ മൊത്തം താഴെ നിൽക്കുന്ന എയർക്രാഫ്റ്റ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെറും 40 എയർക്രാഫ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ തന്നെ, അതായത് 2025 ക്വാർട്ടർ 2 എനിക്ക് ഓർമ്മയുണ്ട് 70ഓളം അവരുടെ എയർക്രാഫ്റ്റുകൾ ഗ്രൗണ്ടഡ് ആയിരുന്നു. അത്രയും സമയം ഈ പറയുന്ന എയർക്രാഫ്റ്റുകൾ ഗ്രൗണ്ടഡ് ആവുന്നു, അത്രയും കോസ്റ്റ് ഇവരെ സംബന്ധിച്ചിട്ട് കൂടുമെന്നുള്ളതാണ്. അതേസമയം Q3 ആകുമ്പോഴേക്കും അത് 60 കുറഞ്ഞു. ഇപ്പോൾ Q4 ആകുമ്പോഴേക്കും ഏകദേശം ഇപ്പോൾ 50-40 എയർക്രാഫ്റ്റുകൾ മാത്രമാണ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളത്. അതായത് കമ്പനി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. 2025 67 പുതിയ എയർക്രാഫ്റ്റുകളാണ് അവർ നെറ്റ് ബേസിസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 58 പുതിയ എയർക്രാഫ്റ്റുകൾ എയർബസിൽ നിന്നും അവർക്ക് ഡെലിവറി കിട്ടിയിരിക്കുന്നു. 7% ടോട്ടൽ എയർക്രാഫ്റ്റിൻ്റെ ഡെലിവറി അവർക്ക് വന്നിരിക്കുന്നു. അതായത് ബോയിങ്ങിൻ്റെ മൊത്തം ഡെലിവറിയുടെ 7% ഇവർക്കാണ് കിട്ടിയതെന്നറിയാം. അതുപോലെ തന്നെ ഓൺ ടൈം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 81.3% അവർ ഫ്ലൈറ്റുകളും അവർ ഓൺ ടൈമാണ്. ക്യാൻസലേഷൻ വെറും 0.8%, അതായത് 1% ഫ്ലൈറ്റുകൾ പോലും അവർ ക്യാൻസൽ ചെയ്തില്ല. 0.8% മാത്രമാണ് അവരുടെ ക്യാൻസലേഷൻ റേറ്റ് 2025. അതിന് പുറമെ 2025 മാർച്ച് 31 അനുസരിച്ചിട്ട് 434 ഫ്ലീറ്റ്സുകളാണ് അവർക്കുള്ളത്. അതിൽ 40 A320, അതുപോലെ തന്നെ 195 A320 നിയോ, അങ്ങനെ ഒരേ കാറ്റഗറിയിൽ വരുന്നത് ഏകദേശം 434 ഫ്ലൈറ്റ്സോളം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. 2025 ലോഡ് ഫാക്ടർ 86% ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ Q4 അവർ 2304 ഫ്ലൈറ്റ്സുകളാണ് ഏകദേശം ഡെയിലി ബേസിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടോപ്പ് എയർലൈനാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബിസി എയർലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവരായിട്ടുണ്ട്. ദിവസവും 2304 ഫ്ലൈറ്റ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ 91 ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻസ് അവർ കൂട്ടുകയുണ്ടായി. 40ഓളം ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ് വന്നു. അവരുടെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് റൂട്ട് അവർ ഈ ജൂലൈ 1 ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. 2 പുതിയ 2 ATR എയർക്രാഫ്റ്റ് ഈ ഒരു ക്വാർട്ടറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 8 എയർക്രാഫ്റ്റ് 2025 അവർ പുതിയ 2 ATR എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. ജൂലൈ 2025 അവർ ലോഞ്ച് ചെയ്തത് ആംസ്റ്റർഡാം, മാഞ്ചസ്റ്റർ. അത് മുംബൈയിൽ നിന്നുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ടായിരിക്കും. അത് ലീസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നോസ് അറ്റ്ലാന്റിക് എയർവേസുമായിട്ട് അവരൊരു ഡീല് സൈൻ ചെയ്തിരിക്കുന്നു. 6 വർഷത്തേക്കുള്ള ലീസിങ് എഗ്രിമെൻ്റാണ്. ബോഡി എയർക്രാഫ്റ്റ് ബോയിങ് 787. അതായത് മെയ് മാസം 2025 ഓപ്പറേഷൻസ് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഏകദേശം 8 ദിവസത്തെ ഓപ്പറേഷൻസ് ഡിലേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വന്നിരിക്കുന്ന ഈ പാകിസ്ഥാൻ്റെ എയർവേസ് ക്ലോസ് ആയത് ബന്ധപ്പെട്ടിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമാണുള്ളത്. 2200 ഫ്ലൈറ്റുകളാണ് അവർ ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 34 മാത്രമാണ് ഈ ഒരു എക്സ്ട്രാ ഫ്ലൈയിങ് ടൈം ഈ ഒരു എയർവേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അത് ഏകദേശം ഒരു ആവറേജ് നിയർ ബൈ 20 മിനിറ്റ്സിൻ്റെ ഡിലേ മാത്രമാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഫ്യൂൽസ് മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ള വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ്
അത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ. ഇൻഡിഗോ എയർലൈൻസ് ഞാനും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ. പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ വീക്കിലി പോഡ്കാസ്റ്റിലും നിങ്ങൾക്കറിയാം സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരിയാണ്. അവിടെ നിന്നൊക്കെ 5500 ലെവലുകളിലൊക്കെ വന്നു കഴിഞ്ഞു. സോ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഫാക്ടർ കൊണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴോ, അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വരുന്ന വ്യത്യാസമൊക്കെയാണ് ഈ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ഔട്ട്ലുക്കാണ് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും Q4 റിസൾട്ട് വന്നിരിക്കുന്നത്. സോ ഇനിയും എനിക്ക് തോന്നുന്നു ഇടിവുകളിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഓഹരി തന്നെയാണ് ഇൻഡിഗോ. പല റേറ്റിംഗ് ഏജൻസികളും ബ്രോക്കിംഗ് ഫേമുകളും വീണ്ടും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കവറേജ് ഇൻഡിഗോയിൽ 7500 അതിന് മുകളിലൊക്കെയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ ഇത് റിസൾട്ടിൻ്റെ ബേസിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. അതായത് 2025 പാസഞ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 11,90,00,000 പാസഞ്ചേഴ്സാണ് ഈ ഒരു ഇൻഡിഗോ വഴി ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇനി Q4 മാത്രം നോക്കിക്കഴിഞ്ഞാലും 3,19,00,000 ആൾക്കാർ ഇൻഡിഗോ വഴി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഔട്ട്ലുക്ക്, ട്രാവലിനുള്ള ഡിമാൻഡ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ്. അത് ഇൻ്റർനാഷണൽ ആയാലും ശരി, ഡൊമസ്റ്റിക് ആയാലും ശരി. ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സും 11.1%, 19.6%ഒക്കെ വർധനമാണ് പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സോ ഏതായാലും ഇൻഡിഗോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രോഡ് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി DLF ആണ്. DLFിൻ്റെ റിസൾട്ടും കോൾ സമ്മറിയും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി. കാരണം റവന്യൂവിൽ Q4 46% വർധനവ്, പ്രോഫിറ്റിൽ 39.4% വർധനവ്, അതുപോലെ തന്നെ 2025 സാമ്പത്തിക വർഷത്തെ മൊത്തം കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റിൽ 60% വർധനവ്, അതുപോലെ തന്നെ സെയിൽസിൽ 24% വർധനവ്. ഇതൊക്കെ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ് കാണുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഗ്രോസ് മാർജിൻ കമ്പനിയുടെ നോക്കിക്കഴിഞ്ഞാൽ 47%, അതായത് 2025 48% ഗ്രോസ് മാർജിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് സർപ്ലസ് നോക്കിക്കഴിഞ്ഞാലും 5302 കോടി രൂപയുടെ ക്യാഷ് സർപ്ലസ് കമ്പനിയുടെ കയ്യിൽ വന്നിരിക്കുന്നു. നെറ്റ് ക്യാഷ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 6848 കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ട് നിൽക്കുന്നു. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.2% വന്ന് നിൽക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ 6 രൂപ ബോർഡ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 20% ഗ്രോത്താണ് ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ അത്രയും ക്യാഷ് ഉണ്ടായാൽ മാത്രമേ അതൊരു ഡിവിഡൻഡ് പ്രഖ്യാപിക്കുക. അതും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നുള്ളൊരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം കാശ് ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അവർ ഈ പറയുന്ന 6 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഔട്ട്ലുക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ബിസിനസ് ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2025 ന്യൂ സെയിൽസ് ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ 21,223 കോടി രൂപയുടെ ന്യൂ സെയിൽസ് ബുക്കിംഗാണ് അവർക്ക് കിട്ടിയത്. ഏകദേശം 44% വർധനവാണ്. അതായത് അവരുടെ പുതിയ ഏറ്റവും വലിയ സൂപ്പർ ലക്ഷറി ഓഫറിംഗ് ആയിട്ടുള്ള ദഹേലിയാസ് ഗുഡ്ഗാവിലാണ്. അത് എക്സെപ്ഷണലി സ്ട്രോങ് ആയിട്ടാണ് അവർ സെല് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 13,744 കോടി രൂപയുടെ ബുക്കിംഗാണ് അവർ കഴിഞ്ഞ വർഷം എക്സ്പെക്റ്റ് ചെയ്ത്. അവിടെയാണ് 21,023 കോടി രൂപയുടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാലും 2025 11,733 കോടി രൂപയുടെ കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 36% വർധനവ് കാണിച്ചിരിക്കുന്നു. DLFിൻ്റെ സൈബർ സിറ്റി ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് 2025 റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 6,448 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം നെറ്റ് പ്രോഫിറ്റിലും 2,461 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രോത്ത് ഓഫ് 46% വർധനവ് അവരുടെ സബ്സിഡി. ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ റെൻ്റൽ പോർട്ട്ഫോളിയോ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതായത് DCDL, അതായത് ഈ പറയുന്ന DLF സൈബർ സിറ്റി ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ DLF ആർട്രിഡാം പ്ലേസ്, അങ്ങനെയുള്ള പല കാര്യം 43 മുതൽ 44 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ റെൻ്റൽ പോർട്ട്ഫോളിയോ അവർക്കുണ്ട്. റെൻ്റൽ ബിസിനസ് അവർക്കുണ്ട്. അവിടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നു. 94% ഒക്യുപ്പൻസി റേറ്റാണ് അവർക്ക് അവിടെയുള്ളത്. സോ ഓൾ ടുഗെദർ അവരുടെ കെപ്പെക്സ് നോക്കിക്കഴിഞ്ഞാലും റെൻ്റൽ ബിസിനസ്സിൽ ഏകദേശം 5,000 കോടി രൂപയുടെ കെപ്പെക്സ് അവർ 2026 പ്ലാൻ ചെയ്തിരിക്കുന്നു. ഗോവയിൽ അതായത് കമ്പനി മുംബൈയിലും അതുപോലെ തന്നെ ഗോവയിലും പ്രിവാന അവരുടെ ഫേസ് 3 പ്രൊജക്റ്റുകൾ ഓഫർ ചെയ്തിരിക്കുന്നു. ഓട്രം പ്ലേസിൽ, അതുപോലെ തന്നെ ഡൽഹി NCRലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതെങ്കിലും പുറത്തേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഏതായാലും വളരെ എക്സെപ്ഷണലി ഗുഡായിട്ടുള്ളൊരു
എക്സ്ട്രീംലി ഗുഡ് ഫോക്കസാണ് അവർ നടത്തിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങിൽ ഇപ്പോൾ ഏകദേശം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. DLF നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ദീപാവലി പിക്കായിരുന്നു. അടുത്ത ഒരു ടാർഗറ്റ് DLFന് 1000 റുപ്പീസ് തന്നെയാണ്. 950 to 1000 റുപ്പീസ് തന്നെയാണ് DLFന് കൊടുക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. ഈ സ്റ്റോക്ക് ഒരു സജഷനായിട്ട് നമുക്ക് വെക്കാം. പലപ്പോഴായിട്ടും വളരെ താഴ്ന്ന നിലയിൽ, അതായത് ഒരു 500 രൂപക്ക് താഴെയൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. മസഗാവ് ഡോക്ക് നമ്മൾ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്തൊരു ഓഹരിയാണ്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഇപ്പോഴും മസഗാവ് ഡോക്കിൻ്റെ വില 500 രൂപയിൽ താഴെയാണ്. അത് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചോളട്ടെ. ഞാൻ ഇതുവരെ അത് സെല് ചെയ്തിട്ടില്ല, ഞാനത് ഹോൾഡ് ചെയ്യാണ്. ഇപ്പോഴും ആ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ഞാനതിൽ സജസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളെ മുന്നിൽ പറയണമെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. അതായത് ആദ്യമായിട്ട് പറയുമ്പോൾ ഡിഫൻസ് സെക്ടർ ഇപ്പോൾ ഫോർകാസ്റ്റിലാണ്. പല ആളും പറയുന്നുണ്ട് സ്റ്റോക്സ് മീൻസ് ഹൈലി വാല്യൂഡ് ആണെന്നൊക്കെ ഉണ്ട്. ശരിയാണ്, ചില സ്റ്റോക്കുകളൊക്കെ ഹൈലി വാല്യൂഡ് തന്നെയാണ്. പക്ഷേ BHEL അതുപോലെ തന്നെ ഈ മസ്താഗൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വാല്യൂഷൻ വൈസിൽ അട്രാക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. ഒന്നാമത് അതൊരു നവരത്ന ഡിഫൻസ് ഷിപ്പ് യാർഡാണ്. മറ്റ് നമ്മുടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സോ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലെയല്ല. അതൊക്കെ അവർ മിനിസ്ട്രി ഓഫ് പോർട്സിൻ്റെയും അതുപോലെ തന്നെ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ ഒക്കെ അടിയിൽ വരുന്ന കമ്പനികളാണ്. മസ്ദാവ് ഡോക്ക് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്റ്റ്ലി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറയാം. നമുക്ക് ഡയറക്റ്റ്ലി അവരുടെ കീഴിൽ തന്നെ വരുന്നൊരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ഷിപ്പ് യാർഡാണ്. അവർക്ക് വാർ ഡിസ്ട്രോയേഴ്സ് അതുപോലെ തന്നെ കൺവെൻഷണൽ സബ്മറൈൻസ്, ഇന്ത്യൻ നേവിയുടെ കോർവറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരേ ഒരു ഷിപ്പാണെന്ന് പറയാം, ഒരേ ഒരു ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയാം. ഏകദേശം ഒരു 11 സബ്മറൈൻസും അതുപോലെ തന്നെ 10 വാർഷിപ്സൊക്കെ കൺകറൻ്റ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള കമ്പനിയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഏകദേശം 5000 കോടി രൂപയുടെ കെപ്പാക്സാണ് അടുത്ത 4 വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രോത്ത് കാണിക്കുന്നു. അതിൻ്റെ ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡ്, അവരുടെ പുതിയ ഷിപ്പ് യാർഡ് കൺസ്ട്രക്ട് ചെയ്ത് വന്നിരിക്കുന്നു. നവാഡ് യാർഡെന്ന് പറയുന്ന സമയത്ത് പുതിയ യാർഡാണ്. ഏകദേശം 12000 ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിന് മാത്രമുള്ളത്. സോ ഒരു നവരത്ന ഡിഫൻസ് ഷിപ്പ് യാർഡ് നേരിട്ട് ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ വരുന്ന ഒരു കമ്പനി ഇത് മാത്രമാണുള്ളത്. ഗാർഡൻ റീച്ചും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിനിസ്ട്രി ഓഫ് പോർട്ടും ഷിപ്പും വാട്ടർവേസിലൊക്കെ കീഴിൽ വരുന്നതാണ്. അതുപോലെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 34,787 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഡിസംബർ വരെ ഉണ്ടായിരുന്നത്. കാരണം ഇവരുടെയൊക്കെ ഓർഡർ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് സമയമെടുക്കും. ഇത് ഡിസംബർ വരെയുള്ള ഡാറ്റ നമുക്ക് പല സ്ഥലങ്ങളായിട്ടും കിട്ടുന്നതാണ്. ഏകദേശം 3.7 ഇരട്ടിയാണ് അവരുടെ 2024 സെയിൽസിൻ്റെ 3 ഇരട്ടിയാണ് അവരുടെ ഓർഡർ ബുക്ക്. കാരണം സെയിൽസ് വെറും 9,467 കോടി രൂപയാണ്. അതായത് ഓരോ 2-2.5 വർഷം കമ്പനി നിർത്താതെ വർക്ക് ചെയ്താൽ പോലും ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 26% ഗ്രോത്ത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 2 വർഷത്തേക്ക് കമ്പനി ഒരു 2 ലക്ഷം കോടി രൂപയുടെയെങ്കിലും ഓർഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 70,000 കോടി രൂപയുടെ ഓർഡറുകൾ 3 സ്കോർപിയോൺസ്, അതായത് സബ്മറൈൻസ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് 75 എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 6 സബ്മറൈൻസ് ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ 60,000 കോടി രൂപയുടെ പ്രൊജക്റ്റ്, അതുതന്നെ പ്രൊജക്റ്റ് 75 ഇന്ത്യ എന്ന് പറയുന്ന 7 വാർഷിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട്, പ്രൊജക്റ്റ് 17 എന്ന് പറഞ്ഞിട്ട് ബ്രാവോ ഫൈറ്റേഴ്സിൻ്റെ ഏകദേശം 70,000 കോടി രൂപയുടെ പ്രൊജക്റ്റ്. ഇതൊക്കെ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളതിനെ എക്സ്പെൻസീവ് വാല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഓർഡറൊക്കെ 1 by 1 കമ്പനിക്ക് വരികയാണെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ആ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 2025 അവരുടെ റവന്യൂ ഡാറ്റ ഏകദേശം ബിലോ എസ്റ്റിമേറ്റ് ആണ്. 10,775 കോടി രൂപയുടെ റവന്യൂ ആണ് എക്സ്പെക്റ്റ് ചെയ്തത്. 14% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ 2024 പ്രതീക്ഷിച്ചത്. പക്ഷേ 9,467 കോടി രൂപയാണ് വന്നത്. നമുക്ക് പുതുതായിട്ടുള്ള ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. പുതുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം ഉണ്ടാവും നോക്കാം. അതായത് Q4 2025 റവന്യൂ അതും ഈ ഒരു ആഴ്ചയോട് വരും. 30th മെയ്ക്കാണ് അവരുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ സ്റ്റോക്കിൽ കൂടുതലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എക്സലൻ്റ് ഏർണിങ്സാണ്. പാറ്റിൽ ഏകദേശം 68% വർധന ഉണ്ടായിരുന്നു. 1,998 കോടി രൂപയായിരുന്നു. നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും EPS നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 49 രൂപ
ഒരു ഷെയറിന് മുകളിൽ അവർ ഏൺ ചെയ്ത് കഴിഞ്ഞു. അഡ്ജസ്റ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഫേസ് വാല്യൂ 10 നിന്ന് 5 ആക്കാൻ ഇറ്റ് ഹാസ് എന്താ പറയണ്ടേ 2024 ഏണിങ്സ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 46 രൂപയായിരുന്നു. അത് ഈ 9 മാസം കൊണ്ട് തന്നെ ഓൾറെഡി 49 രൂപ കമ്പനി സർപ്പാസ് ചെയ്തിട്ടുണ്ട്. Q3 നോക്കിക്കഴിഞ്ഞാലും റവന്യൂയിലും പാറ്റിലും ഒക്കെ തന്നെ ഹയസ്റ്റ് എവർ ആയിരുന്നു. കമ്പനിയുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ചിട്ട് 3144 കോടി രൂപയുടെ റവന്യൂ, 807 കോടി രൂപയുടെ പാറ്റുമാണ് കമ്പനി രേഖപ്പെടുത്തിയത് Q3. അതുപോലെ തന്നെ 33% ഗ്രോത്ത് റവന്യൂയിലും ഗ്രോത്ത് പ്രോഫിറ്റിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. 75% ഇൻഡിജിനൈസേഷൻ ലെവലിൽ എൻഷുർ ചെയ്യുന്ന ഒരു അൺഡിസ്പ്യൂട്ടഡ് മാർജിനായിരുന്നു കമ്പനിയെ സംബന്ധിച്ചിട്ട്. അതായത് 25% മുകളിൽ നെറ്റ് മാർജിൻ. പിന്നെ ഫ്രഷ് ട്രിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് അവരുടെ F&Oയിൽ വരികയാണ്. 30 മെയ് മുതൽ അങ്ങോട്ട് സ്റ്റോക്ക് F&Oയിൽ വരികയാണ്. അതൊരു അടുത്ത ട്രിഗർ ആയിരിക്കാം കമ്പനിയെ സംബന്ധിച്ച്. ജൂൺ സീരീസിൽ കമ്പനി F&Oയിൽ ട്രേഡ് ചെയ്യും. അത് ഒരു ഹയർ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. മറ്റുള്ള റീറ്റെയിലേഴ്സ് ആയാലും IHNIs ആയാലും അവരൊക്കെ തന്നെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടാൻ സാധ്യതയുണ്ട്. Q4 റിസൾട്ട് 30 വരാൻ സാധ്യതയുണ്ട്. ഈ ഒരാഴ്ചയോടുകൂടി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീക്കോടുകൂടി വരും എന്ന്. Q4 സ്ട്രോങ് എക്സിക്യൂഷൻ പീരീഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്തത്. പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏർണിംഗ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ട് വെക്കുന്നു. വേൾഡ് ക്ലാസ്, അതായത് ഇന്ത്യയുടെ ഡിഫൻസ് കേപ്പബിലിറ്റി ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ചർച്ചാ വിഷയമാണ്. അതിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും കാര്യങ്ങളൊക്കെ, എക്സ്പോർട്ട് ഓർഡർ, വീണ്ടും ഡിഫൻസ് ഓർഡറുകൾ കൂടുതൽ പ്രിക്വയർ ചെയ്യാനുള്ള ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട്. ബ്രസീൽ, പെറു, ഫിലിപ്പീൻസ്, മിഡിൽ ഈസ്റ്റ് ഇവരൊക്കെ തന്നെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള വാർഷിപ്പുകളും സബ്മറൈൻസൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരികയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. എക്സലൻറ്റ് ഫിനാൻഷ്യൽസ്, അതുപോലെ തന്നെ സ്ട്രോങ് ഓർഡർ ബുക്ക്, നവരത്ന സ്റ്റാറ്റസ്, ഫ്രഷ് ട്രിഗർ ഇതുപോലെയൊക്കെയാണ് വരുന്നത്. വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ഡെറ്റ് ഫ്രീ ആണ്. ക്യാഷ് ബാലൻസ് 14,300 കോടി രൂപ ക്യാഷ് ബാലൻസ് കമ്പനിയുടെ കയ്യിലുണ്ട്. അതായത് ഒരു ഷെയറിന് മുകളിൽ 355 രൂപ എന്ന് യഥാർത്ഥത്തിൽ പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1.42 ലക്ഷം കോടി രൂപ. 2026 കമ്പനിയുടെ ഒരു ഷെയറിന് മുകളിലുള്ള ഏർണിംഗ് എസ്റ്റിമേഷൻ ഏകദേശം 95 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വെറും 33x. അതായത് ഒരു നെറ്റ് ക്യാഷ് വളരെ ഹൈ ആണ്. 25% ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. നെറ്റ് മാർജിൻ 24%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 40%. ഇങ്ങനെയുള്ളൊരു കമ്പനി വെറും P/E 33 ട്രേഡ് ചെയ്യുന്നു. റീറ്റെയിൽ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ OFS ഏപ്രിലിൽ വളരെ പൂറായിട്ടായിരുന്നു റിലീസ് ചെയ്യുന്നത്. വിച്ച് വാസ് FPI, DIS ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2,525 രൂപ പെർ ഷെയർ ആയിരുന്നു. അറ്റ് പ്രസൻറ്റ് പ്രൊമോട്ടേഴ്സ് ഏകദേശം 81% ഹോൾഡ് ചെയ്യുന്നുണ്ട്. 84.83% മാർച്ചിൽ, അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏകദേശം 6.6% ഹോൾഡ് ചെയ്യുന്നത്. ബാക്കിയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. ഷെയർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. പക്ഷേ ഇപ്പോഴും പറയുന്നു അതൊരു ബിഗിനിങ് ആയിരിക്കാം. ചിലപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇപ്പോഴും ഈ ഷിപ്പ് ബിൽഡേഴ്സിന് ഒരുപാട് മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. സോ ഒരു നല്ല സ്റ്റോക്ക് 1-2 ആണെങ്കിലും ഒരു 5 സ്റ്റോക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ വാങ്ങി പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇതേപോലെയായിരുന്നു CDS 200 രൂപക്കൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒരുപാട് തെറി കേട്ടു. പല സ്റ്റോക്കുകളും ലോവർ വാല്യുവേഷനിൽ പറഞ്ഞ സമയത്ത് ഇതിനത്രയും ഒന്നും, RVNL പോലും 10-20 രൂപക്കൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ്, ഇതിനൊക്കെ ഒന്നും കൂടുതലൊന്നും കോൺട്രാക്റ്റുകളൊന്നും ഉണ്ടാവില്ല, ഇതിനൊക്കെ പോകുന്നതിനൊരു പരിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നിന്നൊക്കെ എവിടെയോ എത്തി. അപ്പം ആ സമയത്തും ഇതേപോലുള്ള വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഞാൻ ഇപ്പോഴും സ്കിങ്ങിൽ പലപ്പോഴായിട്ടും ഇത് വളരെ കാലത്തേക്ക് വെച്ചോളൂ. GMR നമ്മൾ 30 രൂപ 25 രൂപയൊക്കെ ട്രാക്ക് ചെയ്തു. ഇപ്പോഴും പോസിറ്റീവാണ് GMRൽ. സുസ്ലോൺ 9 രൂപ 10 രൂപ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ പലപ്പോഴായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഷെയർ ചെയ്യാറുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നമ്മളൊപ്പം ജോയിൻ ചെയ്യാം. പക്ഷേ ലോങ് ടൈമിൽ പേഷ്യൻസോട് കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വാഭാവികമായിട്ടും ജോയിൻ ചെയ്യാം. സോ ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു 3,500-4,000 രൂപയെങ്കിലും പോകാൻ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് മസഗോ. അതിലും കൂടുതൽ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഹോൾഡ് ചെയ്യാം. ഒരു വർഷമൊക്കെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട്. ഇനി ഡിപ്സിലാണെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പോകുമ്പോഴും നമ്മളിപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊന്നും 100-500 ഒരുമിച്ച് വാങ്ങില്ല. പതുക്കെ 1-2 ക്വാണ്ടിറ്റിയൊക്കെ ആയി വാങ്ങി ഡിപ്സിൽ വരുന്ന സമയത്ത് വീണ്ടും ആഡ് ചെയ്ത് ഇന്ത്യയുടെ ഡിഫൻസ് സ്റ്റോറിയിൽ വിശ്വസിച്ച് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് കയ്യിൽ വെക്കാൻ പറ്റുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയായിരിക്കും മസ്ദാവ് ഗ്രോട്ട് എന്നുള്ളതാണ്. മസ്ദാവ് ഡോക്കിൻ്റെ ടിക്കർ വരുന്നത് MAZGONDOCK എന്നാണ്.
മസഗാവ് ഡോക്ക് എന്നാണ്. യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ മാറിയേക്കാം, നിങ്ങൾക്ക് തിരുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു, ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇപ്പോഴും പുറത്താണ്. ഓക്കെ, ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ തരുന്ന പ്രശംസ അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതും ഞങ്ങളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.